പൊന്നുപോലെ വളർത്തി വലുതാക്കിയ ഏക മകൾ ആൺസുഹൃത്തിനൊപ്പം പോയതിൽ മനനൊന്ത് കൊല്ലത്ത് മാതാപിതാക്കൾ ജീവനൊടുക്കി. അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു, നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും മരിക്കുമെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണപിള്ളയ്ക്കും ബിന്ദുവിനും ഒരൊറ്റ മോള് ഉണ്ണിമായ. ആറ്റുനോറ്റ് ഒരുപാട് സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയൊരു മകളായിരുന്നു ഉണ്ണിമായ. ഉണ്ണിമായ നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി, പക്വതയൊക്കെ എത്തി, അത്യാവശ്യം പ്രായവും പരിചയമൊക്കെ ആയ സമയത്ത് ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായ സമയത്ത് വീട്ടിൽ അറിയിച്ചു. പക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞത്, നിനക്കൊരിക്കലും അവന്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മരിച്ച ശരീരം നീ കാണേണ്ടി വരും എന്നുള്ളത്. പക്ഷെ ഉണ്ണിമായ കുറച്ച് കാലത്തെ പരിചയമുള്ള ആ ഒരു പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ തീരുമാനിക്കുകയാണ്. ഇത്രയും കാലം സ്നേഹിച്ച് ലാളിച്ച് വളർത്തി എന്ന് അവകാശപ്പെടുന്ന മാതാപിതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് അവൾ അവന്റെ കൂടെ പോകാനുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. ഇതിൽ മനനൊന്നിട്ടോ വാശിയെന്നോണമോ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു. ഉണ്ണികൃഷ്ണപിള്ളയും അതുപോലെ തന്നെ ഭാര്യ ബിന്ദുവും അമിതമായിട്ടുള്ള ഡോസിൽ മരുന്ന് കഴിച്ചുകൊണ്ട് അവര് ആത്മഹത്യ ചെയ്യാനുണ്ടായത്. ബിന്ദു അന്ന് തന്നെ മരിക്കുകയും ഉണ്ണികൃഷ്ണപിള്ള പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും മരിക്കുകയാണ് ചെയ്യേണ്ടായത്. സത്യത്തിലെ ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. കാരണം ഒരു മകൾ ഇറങ്ങിപ്പോയതിന്റെ പിറകെ രണ്ടുപേരെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഇതുമായി വന്നിട്ടുള്ള ഒരു ന്യൂസ് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. പൊന്നുപോലെ വളർത്തി വലുതാക്കിയ ഏക മകൾ ആൺസുഹൃത്തിനൊപ്പം പോയതിൽ മനനൊന്ത് കൊല്ലത്ത് മാതാപിതാക്കൾ ജീവനൊടുക്കി. പ്രിയപ്പെട്ടവരുടെ വിയോഗ വാർത്തയറിഞ്ഞ് ഒരു നാട് മുഴുവൻ കരയുകയാണ്. കരുനാഗപ്പള്ളി പാവുമ്പ സ്വദേശിയും സൈനികനുമായ ഉണ്ണികൃഷ്ണപിള്ള, ഭാര്യ ബിന്ദു എന്നിവരാണ് മരണപ്പെട്ടത്. അമിതമായി ഗുളിക കഴിച്ചാണ് ഇവർ മരണത്തിന് കീഴടങ്ങിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ബിന്ദു വെള്ളിയാഴ്ച രാത്രിയും ഉണ്ണികൃഷ്ണപിള്ള ഞായറാഴ്ച പുലർച്ചെയുമാണ് മരണപ്പെട്ടത്. അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു, നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും മരിക്കുമെന്ന് പറഞ്ഞു. കത്തെഴുതി വെച്ചേക്കെന്ന് പറഞ്ഞാൽ നല്ലവരായ നാട്ടുകാർ ഇതേപോലെ മതിൽക്കെട്ടിനകത്തോ കയറ്റരുത്, അവരുടെ ഇത് കഴിയുന്ന ചടങ്ങുകൾ കഴിയുന്നിടം വരെ. മോളെന്നല്ല എഴുതിയേക്കുന്നത്, ഉണ്ണിമായി എന്ന വ്യക്തി എന്ന അവർ എഴുതിയേക്കുന്നത്, വേറെ ഒന്നുമല്ല. അല്ലാതെ എന്റെ മോളെന്ന് പോലും അവർ സംബോധന ചെയ്തിട്ടില്ല. ഒരു മോളെ അത്ര പ്രതീക്ഷയോടുകൂടി വളർത്തിയതാണ്. ഒരു മോളെ ഉള്ളായിരുന്നു. രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ വേണമെന്ന് ഞങ്ങൾ കൂട്ടുകാരായ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചു. അപ്പോൾ അവൻ പറയുന്നത്, ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട, ഈ ഉള്ള കുഞ്ഞിന് ഞങ്ങളുടെ സ്നേഹം കൊടുത്ത് വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം. ഈ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോയത് ഒന്നുമില്ലെങ്കിൽ അവന് ഡയാലിസിസ് പേഷ്യന്റാ. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയായാലും വന്നാൽ ഇത്ര നാളത്തെ പരിചയമുള്ളൂ. അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതലേ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ആ ഒരു സ്നേഹം അവര് എവിടെയോ ഉള്ളവരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാണ്. അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു, നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും മരിക്കുമെന്ന് പറഞ്ഞു. അത് മൈൻഡ് ചെയ്താണ് അവള് ഇറങ്ങിപ്പോയത്. അസുഖമില്ല, അവന്റെ അസുഖമുണ്ട്, പക്ഷെ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച്. 50 ലക്ഷം 35 ലക്ഷം രൂപ ഇത് മാറാന്നൊരു അവൻ പറഞ്ഞ എന്റെ കുഞ്ഞ് ജീവിക്കേണ്ട പൈസയാണെന്ന് പറഞ്ഞ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളക്കരയെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഇത്. ഒരു മകൾ ഇറങ്ങിപ്പോയതിന് പിന്നാലെ 2 ജീവനുകൾ ഒടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതും തന്റെ മാതാവും പിതാവുമായിട്ടുള്ള 2 വ്യക്തികളാണ് ആത്മഹത്യ ചെയ്തത്. ഇത് ആളുകളെ വളരെയധികം വേദനിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു. ഇതിന് താഴെ വന്നിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ പല രീതിയിലായിരുന്നു. പല ആളുകൾ ഇതിനെ പല രീതിയിലാണ് ചിത്രീകരിച്ചത്. കുറച്ച് പേര് പറയുന്നത്, സത്യത്തിൽ ഉണ്ണിമായി ചിന്തിക്കണമായിരുന്നു, അച്ഛനും അമ്മയും മരിച്ചുപോയി, അവളെ ഇറങ്ങിപ്പോയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആ 2 ജീവനുകൾ തിരിച്ചു കിട്ടുമായിരുന്നു, അവർ ആ ഒരു കടുങ്കൈ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. മറ്റു ചിലർ പറയുന്നത് ഇത് ടോക്സിക് പാരന്റിങ് ആണ് എന്നാണ്. കാരണം വളരെയധികം ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തി എന്ന് പറയുന്ന ഈ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ടാണ് മകളുടെ ഇഷ്ടത്തിന് സമ്മതിക്കാൻ കഴിയാതിരുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അവളെ ഇറങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ അവളെ ഒഴിവാക്കുന്നതിന് പകരം ആത്മഹത്യ ചെയ്തിട്ട് അവളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കിയത് എന്തിനാണ് എന്നാണ് കുറച്ചു പേര് ചോദിക്കുന്നത്. സത്യത്തിൽ ഇവരുടെ ആ ഒരു ആത്മഹത്യാ കുറിപ്പിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്നേഹമുള്ള നാട്ടുകാരെ, നിങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഉണ്ണിമായ എന്ന വ്യക്തിയെ അടുപ്പിക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെ ആ കർമ്മം ചെയ്യുന്നത് വരെ ഈ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് അവളെ പ്രവേശിപ്പിക്കരുത് എന്നുള്ളത്. ഒരു മകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇതിനേക്കാൾ വലുത് മറ്റെന്താണ്? നീറി ഒരു പക്ഷേ ഉണ്ണിമായി ജീവിക്കുമായിരിക്കും. ഇനിയുള്ള ജീവിതങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അവൾക്ക് വളരെ പ്രയാസകരമായിരിക്കും. കാരണം മറ്റാരുമല്ല മരിച്ചത്, സ്വന്തം ജന്മം നൽകിയ അച്ഛനും അമ്മയും തൻ്റെ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ജീവൻ കളഞ്ഞു എന്നറിയുമ്പോൾ ഒരു മകൾക്കും സന്തോഷത്തോടു കൂടെ ജീവിതം മുഴുമിക്കാൻ സാധിക്കില്ല. വളരെയധികം വിഷമത്തോടു കൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്?
ഈ ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ഭാര്യ ബിന്ദുവും ചെയ്ത കാര്യങ്ങൾ ശരിയാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് ഒട്ടും ശരിയല്ല. മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള, അതെല്ലാം പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ലാളിച്ചും അതുപോലെ തന്നെ കുഞ്ചിക്കും വളർത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഒറ്റ മകളാവുന്ന സമയത്ത് ഒരുപാട് ലാളനയും അതുപോലെ തന്നെ ഒരുപാട് കൊഞ്ചിക്കലും ഒക്കെ കൊടുത്തുകൊണ്ട് വളർത്തിയതായതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം അവരുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു കാര്യം അവർ ആഗ്രഹിക്കുന്ന സമയത്ത്, ആവശ്യപ്പെടുന്ന സമയത്ത് അത് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഇറങ്ങിപ്പോവും, ചില ആളുകൾ ആത്മഹത്യ ചെയ്യും, ചില ആളുകൾ ഇതുപോലെ ഇതിലും വലിയ ക്രൂരകൃത്യങ്ങൾ വരെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പേരൻറ്റിങ് എന്നുള്ളത്. അത് ടോക്സിക് പേരൻറ്റിങ്ങും ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഓവറായിട്ട് അവർക്ക് ഫ്രീഡം കൊടുത്ത് ഒരു രീതിയിലുള്ള കൺസേണും കാണിക്കാത്ത രീതിയിലുള്ള പേരൻറ്റിങ്ങും ആവാൻ പാടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ നല്ല രീതിയിൽ വളർത്തുന്നതിനോടൊപ്പം തന്നെ നല്ലതേത് ശരിയേത് എന്നുള്ള രീതിയിൽ നല്ല ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കൂടെ വേണം അവരെ വളർത്താനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉണ്ണിമായമാരും അതുപോലെ ഉണ്ണികൃഷ്ണ പിള്ളമാരും ബിന്ദുമാരൊക്കെ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവും. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഒരു ചെറുപ്പകാലത്തിലൊക്കെ അവരെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന അവിടെ നിന്ന് അങ്ങോട്ട് മുതൽ തീരുമാനങ്ങൾ എടുക്കാൻ അവർ സ്വയം പര്യാപ്തരായി എന്ന് തോന്നുന്ന അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അവരെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അവരവരുടെ തീരുമാനങ്ങളിൽ തന്നെ പോവുകയുള്ളൂ. അതൊരു പക്ഷെ നിങ്ങൾ കൊടുത്ത നല്ല പേരൻറ്റിങ്ങിൻ്റെ വിത്തുകൾ അവരുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ തീരുമാനങ്ങൾ അവർ അംഗീകരിച്ചേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. അമ്മയാര് അച്ഛനാര് എന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടെ വളർത്തുന്ന സമയത്ത് അതിന് ഒരുപാട് പൈസ കൊടുത്തത് കൊണ്ടോ ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ കൊടുത്തത് കൊണ്ടോ നല്ല ടോയ്സ് വാങ്ങിച്ചത് കൊടുത്തുകൊണ്ടോ ആ ഒരു ബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടു കൂടെയുള്ള നല്ലൊരു പേരൻറ്റിങ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു തലമുറയെ, പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കളൊരു കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് അവരെ പിന്മാറ്റാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അവരതിന് വിട്ടേക്കണം. കാരണം ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലിങ്ങനെയാണ്, നമ്മൾ പോകുന്ന വഴിക്ക് തൊളിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ അവരെ പോകുന്ന വഴിക്ക് അവരങ്ങോട്ട് വിടുക എന്നുള്ളത്. അങ്ങനെയാണ് സത്യത്തിൽ അത്രയേ നമുക്ക് മാതാപിതാക്കൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. റൂമിയുടെ ഒരു കവിത ഞാൻ പലപ്പോഴും പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് പറയാറുണ്ട്. റൂമിയുടെ ഒരു കവിതയുണ്ട്, അതിങ്ങനെയാണ്: മക്കള് നമ്മളിലൂടെ വരുന്ന ഒരു കാരണം മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളിലൂടെ വരുന്ന കുറച്ച് ജീവനുകൾ മാത്രമാണ്. അവരൊരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാനോ അവരൊരിക്കലും നമുക്ക് ഭരിക്കാനോ സാധിക്കില്ല. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. നമുക്ക് നാളെയെ ഒരിക്കലും 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് സത്യത്തിൽ അതന്നെയാണ്. ഈ ഒരു ബോധം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള ദുരന്തങ്ങളൊന്നും നമുക്ക് കാണേണ്ടി വരില്ല. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ജീവിത അന്തരീക്ഷം കൊടുക്കുക, നല്ല കുടുംബ കെട്ടുറപ്പിൽ അവരെ ജീവിപ്പിക്കാൻ ഉള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുക. ഇതൊക്കെ മാതാപിതാക്കൾക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവരുടെ വിധി പോലെ വരും. അവർ ഏതൊക്കെ ട്രാപ്പിൽ പെടുന്നുവോ മാക്സിമം നമുക്ക് അവരെ നോക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഒരു ചെറിയ ബോധം കൊണ്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് പിന്തുടരാനും അവരെ സഹായിക്കാനും നമുക്ക് സാധിക്കില്ല. വീഴുന്ന സമയത്തെല്ലാം സഹായമായിട്ട് കൂടെ ഉണ്ടാവാൻ നമുക്ക് കഴിയണം. അതിന് പകരം കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒന്നും ചെയ്യരുത്. ഞാൻ അങ്ങോട്ട് മരിച്ചു പോയി കളയും, ഞാൻ നിന്നെ അങ്ങോട്ട് തിരസ്കരിക്കും, നിനക്ക് വീട് കയറാൻ പറ്റില്ല, ഈ പടിക്ക് പുറത്ത് നീ നിൽക്കണം എന്നൊന്നുമുള്ള ഈ ഭീകരമായിട്ടുള്ള വാക്കുകൾ കൊണ്ടൊന്നും അവരൊരിക്കലും നമുക്ക് തളച്ചിടാൻ സാധിക്കില്ല. പകരം അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ നൽകുക. ഈ ഒരു പേരൻറ്റിങ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറുപ്പം മുതൽ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അത് നല്ല രീതിയിൽ കിട്ടുന്ന മക്കൾ ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടുകയില്ല. അവരെ ഇത്രയും കാലം വളർത്തിയ മാതാപിതാക്കളെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അതിന് പകരം ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട്, കുറച്ച് വർഷങ്ങൾ മാത്രം പരിചയമുള്ള ഒരാളുടെ കൂടെ ധൈര്യത്തോടെ ഇറങ്ങിപ്പോകാൻ മാതാപിതാക്കളുടെ വാക്കുകൾ ധിക്കരിക്കാൻ ഒരു മക്കൾക്കും സാധിക്കില്ല. ഇവിടെ എന്താണെങ്കിലും ഉണ്ണികൃഷ്ണ പിള്ളയും ബിന്ദുവും ചെയ്തതിനോട് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല. ഇനി ഒരു പക്ഷേ മകൾ ഇറങ്ങിപ്പോയെങ്കിലും അവളെ പാഠം പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയായിരുന്നില്ല. ഇതിനേക്കാൾ എത്രയോ നല്ല വഴികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ചില വഴികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ കഥ നല്ല രീതിയിൽ അവസാനിച്ചേനെ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചെറുതൻ.